എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറി പിക്സ്. നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുമ്പളങ്ങ പുളിശ്ശേരിയുടെ റെസിപ്പി കാണാം. വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതുപോലെ സദ്യക്കൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. കുമ്പളങ്ങ പുളിശ്ശേരി കൂടാതെ പഴം പുളിശ്ശേരി നമ്മുടെ ചാനലിലുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. അപ്പോൾ അതിനായിട്ട് 3/4 കപ്പ് കുമ്പളങ്ങ ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ട് തൊലിയും കുരുവും കളഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചട്ടിയിൽ വേണമെന്നില്ല, ഏത് പാത്രത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 3 എരിയുള്ള പച്ചമുളക് ജസ്റ്റ് ഒന്ന് സ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് ആദ്യം ഈ കുമ്പളങ്ങ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് കുറച്ച് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ചെറിയ തീയിൽ വെച്ച് നല്ല ട്രാൻസ്ലൂസൻ്റ് ആവുന്നത് വരെ നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നല്ല നേർത്ത് വരണം. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പരച്ചെടുക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് 3.5 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ടേബിൾ സ്പൂൺ ആണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. പൊടിയാണെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. 2-3 കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. പുളിശ്ശേരിക്ക് എപ്പോഴും നല്ല ഐസ്ക്രീം പോലെയാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. ഈ സമയം കൊണ്ട് നമ്മുടെ കുമ്പളങ്ങയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. നല്ലപോലെ നേർത്ത് വെന്ത് വന്നോന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം മാത്രം നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് മിക്സി കഴുകിയ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. മൊത്തം ഒരു 1/4 കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാടങ്ങ് വെള്ളം പോലെ ഇരിക്കുന്ന പുളിശ്ശേരിയല്ല നമ്മൾ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ഒരുപാടങ്ങ് വെള്ളം ഒഴിച്ചാൽ ആ ഒരു ടേസ്റ്റും കിട്ടില്ല. തേങ്ങ ചേർത്തതിന് ശേഷം നമുക്ക് ചെറിയ തീയിൽ വെച്ച് ഇതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് തൈര് ഒന്ന് ഉടച്ചെടുക്കാം. ഞാൻ ആ മിക്സിയിൽ തന്നെ ചേർത്തിട്ടാണ് ഉടച്ചെടുക്കുന്നത്. 3/4 കപ്പ് തൈരാണ് നമ്മൾ എടുക്കുന്നത്. ഒരു 6 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. അപ്പോൾ തൈരാണ് നമ്മൾ തേങ്ങയെക്കാട്ടിലും കൂടുതൽ ചേർക്കേണ്ടത്. തേങ്ങ വളരെ കുറച്ച് മതി. തേങ്ങയുടെ പച്ചച്ചുവയൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഏറ്റവും കുറച്ച് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു കാരണവശാലും നമ്മുടെ പുളിശ്ശേരി തിളയ്ക്കാനായിട്ട് പാടില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് പതച്ച് വരും. നമ്മുടെ സ്പൂണിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ആവിയൊക്കെ വരാൻ തുടങ്ങും. ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. തിളച്ച് പോകരുത്. തിളച്ച് പോയാൽ അതങ്ങ് പിരിഞ്ഞ പോലെ ആയിപ്പോകും, ലൂസായി പോകും. അപ്പോൾ ഇതുപോലെ ഒന്ന് പതച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/4 ടീസ്പൂണിലും താഴെയായിട്ട് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം, ഫെനുഗ്രീക്ക് പൗഡർ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. നല്ലപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടി ചെയ്യാനേ ബാക്കിയുള്ളൂ. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കണ്ട. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കടുക് വറുത്ത് താളിച്ചു കൊടുക്കാം. അതിനായിട്ട് ചെറിയൊരു കടായിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞ കൊച്ചുള്ളിയും ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ സദ്യയ്ക്ക് വേണ്ടിയിട്ട് കടുക് വറുത്ത് താളിക്കുമ്പോൾ അതിൽ കൊച്ചുള്ളി ചേർക്കാറില്ല. പക്ഷേ പുളിശ്ശേരിക്ക് കൊച്ചുള്ളി ആ ഒരു മൂപ്പിച്ചെടുക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ പുളിശ്ശേരിയിൽ കൊച്ചുള്ളിയും കൂടെ ചേർത്തിട്ടാണ് കടുക് വറുത്ത് താളിച്ച് ചേർത്ത് കൊടുക്കുന്നത്. കടുക് വറുത്ത് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുമ്പളങ്ങ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണമാണ് ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് മാത്രമല്ല നമ്മുടെ മറ്റ് ഓണം റെസിപ്പീസും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഈയിടെയായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതൊക്കെ വളരെ കുറവാണ്. ആ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതുകൊണ്ടാണോ എന്നറിയില്ല. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് പഠിക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.